ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ വീക്ക് 6 ടൈം ടേബിൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ടൈം കിട്ടുന്നുണ്ട് പഠിക്കാൻ, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിട്ടലുണ്ടാവില്ല അല്ലേ? സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അതായിരിക്കും മിക്കവരുടെയും പ്രശ്നം. ചിലപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നോക്കണം. അങ്ങനെ ഫുൾ പ്രാരാബ്ദങ്ങളുടെ ഒരു കണക്കായിരിക്കും എല്ലാവർക്കും ഉള്ളത്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ വേറെ കുട്ടികൾക്ക് എന്താ പ്രശ്നം? അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെറിയ ജോലികളിലൊക്കെ ഉണ്ടാവും അല്ലേ? പുറത്ത് ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ അവർക്കൊരു പെർമനൻറ്റ് ജോബ് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പോസ്റ്റ് ആണെങ്കിൽ തന്നെയും കുറച്ചും കൂടി ഹൈ സാലറി ആയിട്ടുള്ള ജോബാണ് JSO, അത് വേണം. പക്ഷെ പഠിക്കാൻ സമയമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് സമയമില്ല? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സേഫ് സോണിലായിരിക്കും അല്ലേ? അപ്പോൾ അതായത് ഓൾറെഡി ഒരു ജോബ് ഉണ്ട്, ഇനിയിപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ജോബൊന്നുമില്ല, ഓപ്പർച്യൂണിറ്റി കുറവാണ്, ഇതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം. അപ്പോൾ 2 കാറ്റഗറിയുള്ള ആളുകളും ഉണ്ട്. പിന്നെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്, എന്നാലും കറക്റ്റായിട്ടൊരു ടൈം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വീട്ടുപണികളും അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നതും അങ്ങനെയും പ്രശ്നങ്ങളുള്ളവർ അല്ലേ? അതായത് പ്രശ്നമല്ല, ദിവസവും അവർ എല്ലാം കാര്യം കഴിഞ്ഞ ശേഷം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈമും കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ബാക്കിയുള്ള ഒരു ടൈം ടയേർഡായിട്ടുള്ള ഒരു ടൈമിലായിരിക്കും പഠിക്കാതിരിക്കുന്നത്. അതൊരിക്കലും സാധ്യമല്ല. ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കൊടുക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പഠിക്കാനായിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ആദ്യം പഠിക്കുക രാവിലെ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പതുക്കെ ടൈം കണ്ടെത്തിയാൽ മതി. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വീക്കിലെ ടൈം ടേബിളൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടുള്ളതാണ്. സെക്കൻഡ് വീക്ക് തൊട്ട് ഒരു ദിവസം ഒരു 4 അവർ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ സിലബസ് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ടെസ്റ്റ് സീരീസൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഒത്തിരി ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ചുമ്മാ പഠിച്ചിട്ടും കാര്യമില്ല. ഇതെല്ലാം ഈ പഠിക്കുന്നതെല്ലാം ഒന്നും ഓർത്ത് നിൽക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പല രീതിയിലുള്ള കൺഫ്യൂഷനും സംശയങ്ങളും, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ ഇങ്ങനെ വന്നത്, ഇത് അതായിരുന്നില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഈ ചിന്തിച്ചതൊക്കെ നമുക്ക് ഈ ഒരു പിന്നീട് എക്സാം വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഓക്കെ. നമ്മൾ ഇച്ചിരി പ്രശ്നമൊക്കെ ഉള്ളവർ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റി പുതിയൊരു ഇതിലേക്ക് അല്ലേ, നമുക്ക് നല്ല സാലറിയൊക്കെ ഉള്ള ജോബ്, ഇൻഡിപെൻഡൻ്റ് ആകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമയം കണ്ടെത്തി പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് സമയമില്ല. എന്നിട്ട് എന്ത് പറയും? ഓപ്പർച്യൂണിറ്റി കുറവാന്ന് പറയും. അപ്പം നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് ഇത് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. മാക്സിമം സമയം കണ്ടെത്തി പഠിക്കുക. ആദ്യം തന്നെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാനുള്ളതൊക്കെ ചെയ്യുക. അപ്പോൾ എപ്പോഴും എല്ലാവരും ഒരു ഉച്ച കഴിഞ്ഞൊക്കെ പഠിക്കാം എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിപ്പോവും. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്രഷായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാട്ടി തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ നിങ്ങൾക്ക് സമയം തന്നോളും. ഓക്കെ. നിങ്ങളുടെ സമയം ബാക്കി ആരും യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ മാക്സിമം സമയം കണ്ടെത്തി പഠിക്കുക. ഒരു 4 അവറെങ്കിലും മിനിമം 4 അവറെങ്കിലും വേണം പഠിക്കാനായിട്ട്. സൈപ്രോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി 9048900045 കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് വീക്ക് 6 ടൈം ടേബിൾ നോക്കാം. ഡേ 1 മൈക്രോബയോളജി ക്ലാസ്, മൈക്രോബിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത്, പിന്നെ റിവൈസ് ബയോകെമിസ്ട്രി. ഇതുവരെ പഠിച്ച ബയോകെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഏരിയ റിവൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജി, സാൽമണല്ല, പ്രോട്ടിയസ്, മൈക്രോബാക്ടീരിയ ഒക്കെ നന്നായിട്ട് പഠിക്കുക ക്ലാസ്. അത് കഴിഞ്ഞ ശേഷം വരുന്നു ടെസ്റ്റ് സീരീസ്, സാൽമണല്ല, പ്രോട്ടിയസ്, മൈക്രോബാക്ടീരിയം, മൈക്രോബിയൽ ഗ്രോത്ത്, ഇത്രയും ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് റീകോളിങ്ങിനുള്ള ടൈമൊക്കെ കണ്ടുപിടിക്കുക, റീകോൾ ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് കിട്ടാത്തത് അതൊക്കെ ഒരു നോട്ടിൽ എഴുതി വെക്കുക, അത് പിന്നീടൊന്ന് റിവൈസ് ചെയ്യുക. ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ഡേ 2 നമുക്ക് കൺട്രോൾ ഓഫ് മൈക്രോബ്സ് ഇഷ്ടംപോലെ ഉണ്ട്, അത് പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം ക്ലാസ് 1 റെസ്പിറേഷൻ ഫിസിയോളജിയിൽ, പിന്നെ മോളിക്കുലർ ബയോളജി നമ്മൾ തുടങ്ങുവാണ്. റെപ്ലിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, MLT സ്റ്റുഡൻസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ടോപ്പിക്കൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളണം. ഓക്കെ. ഇനി അത് കഴിഞ്ഞ ശേഷം ന്യൂട്രീഷൻ റിവൈസ് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ. പിന്നെ
മെഡിക്കൽ മൈക്രോബയോളജി ഒന്ന് മൈന്യൂട്ട് റിവിഷൻ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി ഡേ 3 മൈക്രോബയോളജി ക്ലാസ് 20 കൺട്രോൾ ഓഫ് മൈക്രോബ്സ് ഫിസിക്കൽ ഏജൻറ്റ്സ് അത് പഠിക്കുക. അതുപോലെ തന്നെ റെസ്പിറേഷൻ, വോളിയം ആൻഡ് കപ്പാസിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് പഠിക്കുക. റെപ്ലിക്കേഷൻ പഠിക്കുക. പിന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ റെസ്പിറേഷൻ പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം എന്താണ് നമ്മൾ റീകോൾ ചെയ്യുക, റിവിഷൻ ചെയ്യുക ഓരോരോ ടോപ്പിക്കിൻ്റെ. ഓക്കെ. ഇനി ഡേ 4 എന്താണ് കൺട്രോൾ ഓഫ് മൈക്രോബ്സിലെ കെമിക്കൽ ഏജൻറ്റ്സ് പഠിക്കുക, റെസ്പിറേഷൻ പഠിക്കുക, റെപ്ലിക്കേഷൻ പാർട്ട് 3 പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം ഇതാ നമ്മൾ വരുന്നു ടെസ്റ്റ് സീരീസിലേക്ക്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് മൈക്രോബയോളജി. പിന്നീട് നമ്മൾ റീകോൾ ചെയ്യുക, മൈന്യൂട്ട് റിവിഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ക്ലാസ് 5 മൈക്രോബയോളജി വൈറസ് സ്ട്രക്ചർ പഠിക്കുക. വൈറസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ. പിന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെപ്ലിക്കേഷൻ പഠിക്കുക, ടെസ്റ്റ് സീരീസ് ചെയ്യുക. അത് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ എല്ലാം പഠിക്കുക മാത്രമല്ല, നന്നായിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യൽ മാത്രമാവരുത്, നന്നായിട്ട് പഠിക്കണം. ചിലർക്കൊരു വിചാരമുണ്ട് നോട്ട്സ് അങ്ങ് പഠിച്ച്, അല്ലെങ്കിൽ അത് ഒരു ബുക്കിൽ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു അല്ലേ. ഈ നോട്ട്സ് എവിടെ ബുക്കിലാണ്, നമ്മുടെ ബ്രെയിനിലല്ല. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ടെസ്റ്റ് സീരീസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, ഹൈപ്പോക്സിയൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞ അതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം റീകോൾ ചെയ്യുക, മൈന്യൂട്ട് റിവിഷൻ. ഇനി ഡേ 6 എന്താ വൈറസ് ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മുടെ ടെക്നിക്സ് ഇലക്ട്രോഫോറസിസ് പഠിക്കുക. പിന്നെ റീകോൾ ചെയ്യുക, മൈന്യൂട്ട് റിവിഷൻ. ഇനി ഡേ 7 നമുക്ക് മൈക്രോബയോളജി റിവൈസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് ന്യൂട്രീഷൻ, കൾച്ചർ മീഡിയ, ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെയൊക്കെ ടെസ്റ്റ് സീരീസ് ചെയ്യാം. പിന്നീട് റെപ്ലിക്കേഷൻ റിവൈസ് ചെയ്തിട്ട് റെപ്ലിക്കേഷൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഇലക്ട്രോഫോറസിസ് റിവൈസ് ചെയ്തിട്ട് ഇലക്ട്രോഫോറസിസിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഇതാണ് നമ്മുടെ. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം അസൈൻമെൻ്റ് ഉണ്ട്, അതും കൂടി ചെയ്യുക. ഓക്കെ. ഇതാണ് നമ്മുടെ വീക്ക് 6 സ്റ്റഡി പ്ലാൻ.